ഗവർണർക്കെതിരെ തൃശൂരിലും എസ്.എഫ്.ഐയുടെ പ്രതിഷേധം. ഭരണഘടനയുടെ ആമുഖം ഉയർത്തിപ്പിടിച്ചാണ് എസ്.എഫ്.ഐ പ്രതിഷേധിച്ചത്. വിവരങ്ങളുമായി ശരത്ത് അങ്ങല്ലൂർ തന്നെ ചേരുകയാണ്. ശരത്ത്, ഏതായാലും വലിയ തരത്തിലുള്ള പ്രതിഷേധം ഗവർണർക്കെതിരെ, പ്രധാനമായും ഈ RSSന്റെ ഭാരതാംബ, കാവി പുതച്ച വനിതയെ ഭാരതാംബയാക്കി പ്രതിഷ്ഠിക്കാനും എല്ലാ പരിപാടികളിലും അതിന് വിളക്ക് കൊളുത്താനും ശ്രമിച്ച ഗവർണർക്കെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധം. കഴിഞ്ഞ ദിവസം കേരള സർവകലാശാല ആസ്ഥാനത്തും അത് കണ്ടതാണ്. ഇന്നെങ്ങനെയായിരുന്നു തൃശ്ശൂരിലെ എസ്.എഫ്.ഐയുടെ പ്രതിഷേധം? സിജു, സമാനമായ രീതിയിൽ തന്നെ എസ്.എഫ്.ഐ ഇന്ന് പ്രതിഷേധിക്കുമെന്ന് മുൻകൂട്ടി തന്നെ അറിയിച്ചിരുന്നു. ഈ കാർഷിക സർവകലാശാലയിലെ ബിരുദദാന ചടങ്ങിൽ ബിരുദദാനം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഗവർണറായിട്ടുള്ള അർലേക്കർ എത്തിയിരുന്നത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് രാവിലെ തന്നെ രാമനിലയത്തിൽ അദ്ദേഹം എത്തിയിരുന്നു. തുടർന്ന് 2 മണിയോടുകൂടിയാണ് ചടങ്ങ് നിശ്ചയിച്ചിരുന്നത്. ഈ പുഴയ്ക്കൽ ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടൽ വെച്ചാണ് ചടങ്ങ് തീരുമാനിച്ചിരുന്നത്. അതിലേക്ക് പോകുന്ന വഴിക്ക് അയ്യന്തോൾ ജംഗ്ഷനിൽ വെച്ചാണ് ഇത്തരത്തിൽ എസ്.എഫ്.ഐ പ്രവർത്തകർ പ്രതിഷേധിച്ചത്. വളരെ സമാധാനപൂർവ്വമായിരുന്നു എസ്.എഫ്.ഐയുടെ പ്രതിഷേധം എന്ന് നമുക്ക് പറയാം. എസ്.എഫ്.ഐ പ്രവർത്തകർ പാതയോരത്ത് നിന്നുകൊണ്ട് ഭരണഘടനയുടെ ആമുഖം ഉയർത്തിക്കാണിച്ചുകൊണ്ട് സംഘപരിവാർവൽക്കരിക്കാൻ, കലാലയങ്ങളെയും മറ്റും സംഘപരിവൽക്കരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഗവർണർ അനുവദിക്കില്ല, ഗവർണർ നടപടി അനുവദിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിഷേധം ഉയർത്തുകയായിരുന്നു. അതിനുശേഷം ഈ പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് മാറ്റുന്നൊരു സാഹചര്യമുണ്ടായി. ഭരണഘടനയുടെ ആമുഖം ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു എസ്.എഫ്.ഐ പ്രവർത്തകരുടെ പ്രതിഷേധം. സിജു.